ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേങ്ങ അരക്കാതെ എളുപ്പത്തിലൊരു കടലക്കറി തയ്യാറാക്കാം. കടല ഇതുപോലെ ഒരു 6 മുതൽ 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ തലേ ദിവസം ഇതുപോലെ കുതിർത്ത് വയ്ക്കാം. ഇത് നമുക്ക് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്കിട്ട് ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 6 വിസിൽ വരെ നമുക്ക് വരുത്താം. പാൻ ചൂടായതിനു ശേഷം അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം കടുക്, വറ്റൽമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല ഇത്രയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് അല്പം തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച കടല നമുക്ക് അല്പം ഒന്ന് അരച്ചെടുക്കാം. ഇതിനി നമുക്ക് നമ്മുടെ കടലക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ കടലക്കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങ അരക്കാതെ നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.